ബെഡിലാണ് ഇപ്പോഴത്തെ ജീവിതം. നിങ്ങളില്ലെങ്കിൽ ഈ ഒരു വീടില്ല. മുന്താസിത്ത, ഞാൻ ഇവിടെ വന്നിട്ട് പോകുമ്പം ഇത്തയോടെ ഒരു കാര്യം പറഞ്ഞിട്ടായിരുന്നു പോയത്. എന്തുവായിരുന്നു? ഒരു മാറ്റം സംഭവിക്കുമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. നമ്മളെല്ലാം നിൽക്കുന്നു പറയുമ്പം വണ്ടിക്കൂലി പോലും നമ്മൾ ആവശ്യപ്പെടാതെ, നമ്മൾ പെട്രോൾ പോലും എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് നമ്മൾ ഇവിടെ വന്നിട്ടുള്ളത്. ഇങ്ങോട്ട് വരുമ്പോഴെല്ലാം പെട്രോൾ അടിക്കും. ഞങ്ങളൊക്കെ അടിക്കാന്ന് പറഞ്ഞിട്ടും ധാനി സമ്മതിച്ചില്ല. 2 പ്രാവശ്യം ഇവിടെ വന്നപ്പോഴത്തേക്കും പെട്രോൾ അടിച്ച എനിക്ക് ഈ പ്രാവശ്യം രമ്യ ചേച്ചി എനിക്ക് പെട്രോൾ അടിച്ചു തന്ന. ഇത്താടെ ജീവിതത്തിലും വലിയൊരു മാറ്റം കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞു. ഷാനി വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് മാറ്റം സംഭവിച്ചെന്നാൽ അവർക്ക് ബാങ്ക് അക്കൗണ്ടിൽ ഒന്നും പൈസ ഇല്ലായിരുന്നു. ഇപ്പൊ ഷാനി ഈ വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അവർക്ക് ഇത്രയും സാമ്പത്തികമായിട്ട് വന്നത്. ഉടനെ ഒരു വീടൊക്കെ ഒരുങ്ങും. പറഞ്ഞ പോലെ ഈ ഒരു സ്ഥലത്ത് മുന്താസിത്തയ്ക്ക് പുതിയൊരു വീടൊരുങ്ങി. മനസ്സിലായോ? ഇല്ലേ? എന്റെ പേരെന്തുവാ? അല്ല, ചോദിക്കട്ടെ. ഈ വീഡിയോയ്ക്ക് മുമ്പിൽ വരാൻ തയ്യാറായെന്ന് പറയുമ്പം ഫിസിയോതെറാപ്പി പോലും മുടങ്ങിയ ഒരു സാഹചര്യമാണ്. ഇപ്പൊ ചെയ്യുന്നില്ല ഫിസിയോതെറാപ്പി ഒന്നും. ഹാപ്പി അല്ലേ ഇത്താ? ഹാപ്പി ആണല്ലോ. അതറിഞ്ഞാൽ മതി. ഞാനൊന്ന് ആദ്യമായിട്ട് ഞാൻ വരുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീട്ടിലല്ല, അപ്പുറത്തെ വീട്ടിലാണ്. അന്ന് അത്രയും ബുദ്ധിമുട്ടില്ല ഇത്താ താമസിക്കുന്നത്. ഇപ്പം നല്ലൊരു വീടായി, നല്ല സൗകര്യങ്ങളായി. അതിൽ പടച്ചവനോട് ദൈവത്തോടൊക്കെ നന്ദി പറയണം. നിങ്ങളില്ലെങ്കിൽ ഈ ഒരു വീടില്ല തീർച്ചയായിട്ടും. അപ്പം അന്ന് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഒരുപാട് പേര് ഇത്തായെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ, ഇവരുടെ ഫാമിലി കുറച്ച് കാശ് കാര്യങ്ങളെല്ലാം കൂടെ ചേർത്തുകൊണ്ട് തന്നെ അന്നങ്ങണ്ട് 9-10 ലക്ഷം രൂപ നമുക്ക് കിട്ടി. അതുകൊണ്ട് ഇപ്പോൾ ഒരു വീട് പൂർണ്ണമായിട്ടുണ്ട്. ഇത്തായുടെ സാഹചര്യം എന്ന് പറയുമ്പം അപകടത്തിൽ ശാരീരികമായിട്ട് തളർന്നിട്ട് അങ്ങനെ ഒരു സാഹചര്യമാണ്. അപ്പോൾ അന്നൊരു വീടോ കാര്യങ്ങളൊന്നുമില്ല. ഞങ്ങൾ സ്ഥലം കാണുന്നതിൻ്റെ വിഷ്വലൊക്കെ അന്ന് ഷൂട്ട് ചെയ്തതാണ്. ഇപ്പോൾ എന്തായാലും ഇന്നൊരു വീടായി. അതിൽ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് നന്ദി പറയുകയാണ് കേട്ടോ.